ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സവോളയാണേ. നമുക്കിപ്പോൾ പെട്ടെന്ന് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് നമുക്കൊരു മെഴുക്ക് വരട്ടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൽ എടുത്തത്, ഞാൻ ആ കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് എനിക്കൊന്ന് തോന്നിയാണ് ഒരു വോയിസ് കൊടുക്കാമെന്ന്. ഇതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ഇച്ചിരി ലേശ ഉപ്പ്, പിന്നെ ചട്ടി ചൂടായതിനു ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുക. പിന്നെ ഞാൻ കടുക് ഇട്ടില്ല കേട്ടോ, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ഇതൊന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇത് ഒരു മുക്കാൽ പരുവം വേവേ ആവാം കേട്ടോ, അല്ലാതെ നമ്മൾ ചിക്കനൊക്കെ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതാണെങ്കിൽ അത്രയും അങ്ങ് വഴറ്റിയെടുക്കരുതേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പൊതിച്ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണേ. ഇന്നിപ്പോൾ മക്കൾക്ക് 2 പേർക്കും കൂടെ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് എടുത്തേന്. സവാള എടുക്കുമ്പോൾ 4ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ദേ ഈ ഒരു പരുവത്തിന് വേണം സവാള ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞു കുഞ്ഞായിട്ട്. തീരെ കുനുകുന അല്ല, തീരെ ചെറുതായിട്ട് കേട്ടോ. അതാണ്ട് ഇങ്ങനെ ഈ ഒരു പരുവം. നമ്മൾ മറ്റേ പയറുണ്ടല്ലോ, വള്ളിപ്പയറൊക്കെ, അതൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു നീളത്തിനുള്ള കണക്കിന് കണ്ട നല്ല അടിപൊളി മെഴുക്കുവരട്ടിയാണ്. കണ്ട ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പമില്ല. എണ്ണ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാവൂ. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻ്റ് ഇടുക. കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കമൻറ്റിലൂടെ ഞാൻ ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമേ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ, വെളിച്ചെണ്ണ എത്ര ചേർക്കണമെന്ന്. ആയി, സെറ്റായി കേട്ടോ. ഇത്രയേ ഉള്ളൂ. തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഈ ഒരു പരുവത്തിനെ വേവിച്ചെടുക്കാവൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി മെഴുക്ക് വരട്ടിയാണ്.